വിചാര കേന്ദ്രത്തിലെ ആത്മോപദേശ ശതക പാരായണ മാസാചരണത്തിൻ്റെ ഭാഗമായ ഇന്നത്തെ വായനയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും കാഴ്ചക്കാർക്കും സ്വാഗതം. രാമായണ മാസാചരണം പോലെ എഴുത്തച്ഛൻ്റെ ഭക്തി നിറഞ്ഞ ഒരു കൃതിയല്ല ആത്മോപദേശ ശതകം. ഇത് ദാർശനിക ശാസ്ത്രയുക്തിയുള്ള ഒരു ഗ്രന്ഥമാണ്. ആ നിലയിൽ വേണം ഇതിനെ പരിഗണിക്കാൻ. അങ്ങനെ പരിഗണിക്കുമെങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അരണിക്കടഞ്ഞെഴുമഗ്നി പോലെ ആരായിലവരിൽ ഇരുന്നതിരറ്റെഴും വിവേകം. അരണി കടഞ്ഞ് തീണ്ടാവണത് പോലെ ആരായുന്നവരിൽ അതിരറ്റെഴുന്നതാണ് വിവേകം. പരമചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയും ഇതിനിരയായിടുന്നു സർവം. ഈ വിവേകത്തിന് സർവവും ഇരയായിടുകയാണ് എന്ന് ഗുരുസ്വാമികൾ പറയുന്നു. ഉടയും ഇരിക്കും മുറിക്കുമൊന്ന് മാറി തുടരും ഇതിൽ ഇങ്ങുടലിൻ സ്വഭാവമാകും. മുടിയിലിരുന്നറിയുന്നു മുന്നും ആത്മാവിടരർ ഒന്നിതു നിർവികാരമാകും. അറിവതിനാൽ അവനീ വികാരമുണ്ടെന്നരുളുമിതോർക്കിൽ അസത്യമുള്ള ദുർവീ. നിരവധിയായി നിലയറ്റു നിൽപ്പതെല്ലാം അറിവിലെഴും പ്രകൃതി സ്വരൂപമാകും. വിവേകം നിറഞ്ഞ അറിവിലുള്ളതാണ് ഈ പ്രപഞ്ചത്തിലുള്ള പ്രകൃതിയിലുള്ള സർവ്വതും. നമുക്ക് എന്താണ് പ്രകൃതി സ്വരൂപമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നിഴലൊരു ബിംബം അപേക്ഷിയാതെ നിൽപ്പിലെഴും ഉലകങ്ങ് അബിംബമാകയാലേ നിഴലുമതല്ലതു നേരുമല്ല വിദ്വാൻ എഴുതിയിടും പണി പോലെ കാണുമെല്ലാം. മിടുക്കനായ ഒരു ചിത്രകാരൻ തൻ്റെ ക്യാൻവാസിൽ ഒരു സർപ്പത്തെ കുറിച്ചു വയ്ക്കുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം. പ്രപഞ്ച ഈശ്വരൻ എഴുതി വയ്ക്കുന്നതാണ് നാമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അത് ചിത്രമെഴുത്ത് മാത്രമാണ് പ്രകൃതിയിൽ കാണുന്നത്. അതുകൊണ്ട് തനു മുതലായതു സർവവും ഒന്നിലൊന്നില്ല അനൃതവുമായ അതിനാൽ അന്യഭാഗം അനുദിനമസ്തമിയാതിരിക്കയാലേ പുനരതി രൂപമായി പൊലിഞ്ഞിടുന്നു. വരികയും പോവുകയും ചെയ്യുന്ന ഒന്നാണ് പ്രകൃതിജാലം. അതിൽപ്പെട്ട് മോഹങ്ങളും മോഹഭംഗങ്ങളുമായി മനുഷ്യൻ ഉഴലുന്നു. സഹോദരങ്ങളെ, ഈ ഉഴലിൽ നിന്ന് വിട്ടുപോകാൻ ആത്മശക്തി ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ആത്മോപദേശം ശതകം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ആ വാഗ്ദാനം ഏറ്റുവാങ്ങി മനോഹരമായ സ്വകീയമായ ഒരു ശാന്തജീവിതം നയിക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാം ഇത് കേട്ട് ഇത് കണ്ട് ധാരാളമായി ആത്മോപദേശ ശതകം വായിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലുള്ള മഹത് ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യുകയും ആത്മസംതൃപ്തി അടയുകയും അങ്ങനെ മനുഷ്യാത്മാവിന് സത്യസ്വരൂപസ്ഥിതിയിലെത്തി മനോബലം ഉണ്ടാകുകയും ചെയ്താൽ ജീവിതം എത്ര ശോഭനീയമായിരിക്കും. ആ ശോഭനീയമായ ജീവിതത്തിന് വേണ്ടി ഇന്നത്തെ വർത്തമാനം ഏറ്റെടുക്കണമെന്ന അഭ്യർത്ഥനയോടെ തൽക്കാലം യാത്ര പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ അനുഗ്രഹമേകട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യാത്രാമംഗളം, ശുഭം.